എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ ഇപ്പോ ഷെൻസി പാലസിന്റെ അവിടെ ഉള്ളപ്പോ യോങ് അടുത്ത് ചെന്ന് സംസാരിക്കുന്നുണ്ട്. ഷെൻസിക്ക് ആരെ തിരഞ്ഞെടുക്കണം എന്ന് ഒരു കൺഫ്യൂഷൻ തീർച്ചയായും ഉണ്ടാകുമല്ലോ, അതിന് ഹെൽപ്പ് ആകുമെന്ന് പറഞ്ഞ് തന്റെ സഹോദരങ്ങളായ ബാക്കി രാജകുമാരന്മാരെ പറ്റി യോങ് അവിടെ ഒരു ചെറിയ ഇൻട്രോ കൊടുക്കാണ്. അതെല്ലാം കേൾക്കുമ്പോ എന്തുകൊണ്ട് ക്രൗൺ പ്രിൻസിനെ പറ്റി മാത്രം പറഞ്ഞില്ല എന്ന്, അവൻ തന്നെയാണ് ക്രൗൺ പ്രിൻസ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ എന്തുകൊണ്ട് അവനെ പറ്റി പറഞ്ഞില്ല എന്നൊരു കാര്യം ഷെൻസി തിരക്കുമ്പോ എന്നെ പറ്റി പറയാൻ എന്തുണ്ട്, ഞാനൊരു അസുഖക്കാരൻ, പ്രത്യേകിച്ചൊന്നുമില്ല, മറ്റുള്ളവരെ വെച്ച് നോക്കുമ്പോൾ ഞാൻ അങ്ങനെ എടുത്തു പറയാൻ മാത്രം ഒന്നും ഉള്ള ഒരാളല്ല എന്ന് അവനെ തന്നെ വളരെ നെഗറ്റീവായി സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ആ ടീം ഷെൻസിയോട് മുന്നേ ഹെൽപ്പ് ചെയ്തതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് താൻ പറയുമെന്ന് പറഞ്ഞിരുന്നത് എപ്പോ ഫുൾഫിൽ ചെയ്യും, എപ്പോഴായിരിക്കും ആ താങ്ക്സ് പറയാൻ ഷെൻസി തന്റെ അടുത്തേക്ക് വരെയെന്ന് യോങ് തിരക്കുന്നുണ്ട്. അതായത് മോശമായ ഒരു അർത്ഥത്തിലല്ല, മറിച്ച് ഒന്നിച്ചൊരു കോഫി കുടിക്കുക, കുറച്ച് സമയം മിണ്ടി പറഞ്ഞിരിക്കുക എന്ന ആ ഒരു രീതിക്ക്. നമ്മളിപ്പോ ആരെങ്കിലും ഹെൽപ്പ് ചെയ്താൽ ഒരു കോഫി കുടിക്കാനും ഒക്കെ വിളിക്കില്ലേ, അതേ ഒരു രീതിക്കാണ് യോങ് സംസാരിക്കുന്നത്. തീർച്ചയായും ഈ തിരക്കുകൾ കഴിഞ്ഞ് നമുക്ക് ഒന്നിച്ച് കാണാമെന്ന് ഷെൻസി പറയുന്നു. അങ്ങനെ അവിടെ നിന്ന് ഷെൻസി മടങ്ങുന്ന ടീം ലിയെ കാണുന്നുണ്ട്. ലിയയുടെ തന്റെ കയ്യിലുണ്ടായിരുന്ന ലെഡ്ജർ ഷെൻസിയുടെ കയ്യിലാണ് എന്ന് മനസ്സിലാക്കി തന്നെ അവളോട് അത് എപ്പോഴും എന്നെ ഏൽപ്പിക്കാന്ന് ചോദിക്കുമ്പോൾ അതെന്തായാലും താൻ ലിയെ അങ്ങനെ അങ്ങ് ഏൽപ്പിക്കാൻ പോകുന്നില്ല, അത് ആർക്കാണോ കൊടുക്കേണ്ടത് ആ ശരിയായ ആൾക്ക് ശരിയായ സമയം എത്തുമ്പോൾ താൻ അത് കൊടുത്തിരിക്കുമെന്ന് അവൾ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ലിയാകട്ടെ ഷെൻസി ഏത് പ്രിൻസിനെയാണ് കല്യാണം കഴിക്കാനായി താല്പര്യപ്പെടുക, അങ്ങനെ ഒരു ഇഷ്ടം വല്ലതും ഉള്ളിൽ ഇപ്പോ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഒരു ഉത്തരം കൊടുക്കാതെ ഷെൻസി ലിയെ നോക്കി ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോകുന്നു. ഷെൻസി തെരഞ്ഞെടുക്കുന്ന ആ ഒരു പ്രിൻസിന്റെ കയ്യിലായിരിക്കും ആ ലെഡ്ജർ കിട്ടാൻ പോകുന്നതെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. അങ്ങനെ എന്തായാലും ഷെൻസി അവളുടെ വീടിന്റെ അവിടേക്ക് എത്തുമ്പോഴേക്കും ഷെൻസിയുടെ അമ്മയുടെ ഫാമിലിയിലെ പെട്ട ആളുകൾ അവിടെ കാത്തിരിപ്പുണ്ടായിരുന്നു. അവളുടെ അങ്കിളും മുത്തശ്ശനും ഒക്കെ. അവർ ഷെൻസിയെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കാണുന്നത് കൊണ്ട് തന്നെ ഭയങ്കര സ്നേഹത്തോടെ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുകയും കൊണ്ടുവന്ന സമ്മാനങ്ങളൊക്കെ നൽകുകയും ചെയ്യുന്നു. അവളുടെ രണ്ടാനമ്മ അവളെ കൊല്ലാൻ നോക്കിയതിന്റെ ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇവർ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നുകൊണ്ട് അവൾ പേടിക്കരുതെന്നും എന്തുണ്ടെങ്കിലും എല്ലാത്തിനും കട്ടയ്ക്ക് കൂടെ തങ്ങളുണ്ടെന്നും അവർ അവളെ സമാധാനിപ്പിക്കുമ്പോൾ എനിക്ക് കുഴപ്പമൊന്നുമില്ലെന്നേ, എന്റെ അച്ഛനും എന്റെ കൂടെ തന്നെയാണെന്ന് എനിക്കറിയാം, ഇപ്പൊ അടുത്തില്ലെങ്കിലും അച്ഛൻ അധികം വൈകാതെ മടങ്ങി എത്തുമല്ലോ, പിന്നെ കമാൻഡറി പ്രിൻസസ് എന്ന ഒരു പദവി രാജാവിന്റെ മകനെ കല്യാണം കഴിക്കാൻ പോകുന്നത് കൊണ്ട് തന്നെ എനിക്കുള്ളത് കൊണ്ടും എന്നെ എന്തായാലും ആരും അങ്ങനെ പെട്ടെന്നൊന്നും ചെയ്യാൻ ധൈര്യപ്പെടില്ല, ആളറിയാതെ എന്റെ അടുത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാൻ വന്നാലേ ഉള്ളൂ, അതൊക്കെ കൈകാര്യം ചെയ്യാവുന്നല്ല ഷെൻസി പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് പ്രിൻസ് യു എത്തുന്നത്. ഷെൻസി കല്യാണം കഴിക്കാനായുള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള ആ ഒരു രാജകുമാരന്മാരിൽ ഒരാളാണ് ഈ പ്രിൻസ് യു. ഷെൻസിയെ ഇങ്ങോട്ട് വന്നു കണ്ട് ഒന്ന് പരിചയപ്പെടാനും കുറച്ച് സമ്മാനങ്ങളൊക്കെ കൊടുക്കാനുമാണ് യു ഇപ്പോൾ ശ്രമിക്കുന്നത്. ഷെൻസി ആകട്ടെ യുവിനെ പക്ഷെ അവിടെ അധികം നേരം നിർത്തി സംസാരിച്ച് എന്റർടൈൻ ചെയ്യാതെ നേരം കുറെ വൈകിയിരിക്കുന്നു. ഇനിയും അധികം നേരം കൂടി പ്രിൻസ് ഇവിടെ നിന്നാൽ അത് പിന്നെ ആളുകൾക്കിടയിൽ ഒരു മോശം സംസാരത്തിന്റെ ഇടയുണ്ടാക്കും. അതുകൊണ്ട് ഈ സമ്മാനങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു, പോകാൻ സമയമായി എന്ന് ഷെൻസി ഓർമ്മപ്പെടുത്തുമ്പോൾ പ്രിൻസ് യു അവിടെ നിന്ന് മടങ്ങുന്നുണ്ട്. അതിനു മുന്നേ ഇതൊക്കെ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രമാണ്, ഇനിയും ഇതിലും ഒരുപാട് നല്ല നല്ല സമ്മാനങ്ങൾ ഷെൻസിക്കായി താൻ കരുതി വെച്ചിട്ടുണ്ടെന്നെല്ലാം പറഞ്ഞാണ് യു പോകുന്നത്. എന്തായാലും യു പോകുമ്പോഴേക്കും ഈ രാജകുമാരന് നിന്നെ വലിയ ഇഷ്ടമാണ്, നിന്നെ കല്യാണം കഴിക്കാൻ അദ്ദേഹം അതിയായി ആഗ്രഹിക്കുന്നുണ്ടെന്ന് ആ വർത്താനത്തിൽ നിന്ന് തന്നെ വ്യക്തമാണെന്നെല്ലാം ഇത് കേട്ട ഷെൻസിയുടെ മുത്തശ്ശൻ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അത് കേൾക്കുന്ന ഷെൻസി താനങ്ങനെ ആരെയാണ് താൻ കല്യാണം കഴിക്കാൻ പോകുന്നത് എന്ന ഒരു തീരുമാനം എടുത്തു ചാടിയെടുക്കില്ല. എല്ലാ രാജകുമാരന്മാരുടെയും സ്വഭാവം നന്നായി മനസ്സിലാക്കി വിലയിരുത്തിയ ശേഷം മാത്രമേ അത്തരമൊരു തീരുമാനം താൻ എടുക്കുള്ളൂ എന്നും പെട്ടെന്നൊരു തീരുമാനം അവർ പുറമെ കാണിക്കുന്ന ഈ പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് എടുക്കാൻ സാധിക്കില്ലെന്നും അറിയിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പ്രിൻസ് ഷിന്നിനെ ചെന്ന് കാണുന്നതാണ്. മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ രാജാവിന്റെ മക്കളാണെങ്കിലും ഇവരുടെ രണ്ടുപേരുടെയും അമ്മ ഒന്നാണ്, ബാക്കിയുള്ളവരുടെ അമ്മയല്ല ഇവരുടെ അമ്മ. രണ്ടുപേരും രാജാവിന്റെ ഒരു കോൺക്യൂബൈൻ ആയിരുന്ന ലേഡിയുടെ മക്കളാണ്. അതായത് രാജാവിന്റെ ലീഗലായിട്ടുള്ള ഭാര്യയല്ല, രാജാക്കന്മാർക്ക് ഈ കുറെ ദാസിമാര് അല്ലെങ്കിൽ അവരുടെ എന്റർടൈൻമെന്റിന് വേണ്ടി യൂസ് ചെയ്യുന്ന കുറച്ച് ലേഡീസ് ഒക്കെ കാണുമല്ലോ, അത്തരത്തിലുള്ള ഒരു ലേഡിയുടെ മക്കളാണ് ഇവർ രണ്ടുപേരും. അതുകൊണ്ട് തന്നെ ഇവർക്കിടയിൽ മറ്റുള്ള പ്രിൻസുകൾക്ക് ഉള്ളതിനേക്കാൾ ഇവർ ഒരേ അമ്മയുടെ വയറ്റിൽ നിന്ന് വന്ന സഹോദരങ്ങളാണല്ലോ എന്ന ഒരു ബോണ്ടിങ് കൂടുതലുണ്ട്. ഷിന്നിന്റെ അടുത്തേക്ക് ഇപ്പോ ലീ എത്തുമ്പോഴേക്കും ഷിൻ അവിടെ മരണപ്പെട്ട ഭാര്യയുടെ കാര്യങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കുന്ന ലീ, ചേട്ടന് ഇത് ഇതുവരെ ഓവർകം ചെയ്യാറായിട്ടില്ലേ, വർഷം 3 ഏട്ടത്തി മരിച്ചിട്ട്, ഇപ്പോഴും ചേട്ടൻ ഏട്ടത്തിയുടെ ഓർമ്മയിൽ ജീവിച്ചാൽ അതെങ്ങനെ ശരിയാവും എന്നൊക്കെ ചോദിക്കുമ്പോൾ നീ പറയുന്നത് എന്താണെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലാവില്ല, കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഈ കടന്നു പോകുന്നത് എന്തിലൂടെയാണെന്ന് നിനക്ക് മനസ്സിലാകുമെന്നായിരുന്നു ഷിന്നിന്റെ മറുപടി. കൂടാതെ ഷിന്ന ടീം ലീയോട് നിനക്ക് ആ ഷെൻസിയെ ഒരുപാട് ഇഷ്ടമായി എന്ന് തോന്നുന്നല്ലോ, എന്താ സത്യമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് ഷെൻസിയെ ഇഷ്ടമായിട്ടുണ്ടെന്ന് ലീ തുറന്ന് പറയുന്നുണ്ട്. അവനെ അവൾ ഹെൽപ്പ് ചെയ്തതൊക്കെയാണല്ലോ, ആ ഒരു പ്രത്യേക താല്പര്യം അവന് ഷെൻസിയോടുണ്ട്. ഈ ടീം ലെഡ്ജർ എന്തായി, അത് കിട്ടിയോ എന്ന കാര്യങ്ങളൊക്കെ ഷിൻ തിരക്കുമ്പോൾ ലെഡ്ജർ ഷെൻസിയുടെ കയ്യിലുണ്ട്. പക്ഷെ ഞാൻ ചോദിച്ചിട്ട് അവൾ അത് തരാനായി റെഡിയായില്ല, ശരിയായ ടൈം വരുമ്പോൾ ശരിയായ ആളുടെ കയ്യിൽ തന്നെ അത് ഏൽപ്പിക്കുമെന്നാണ് എന്നോട് പറഞ്ഞതെന്നും കൂടി പറയുമ്പോൾ അത് വേറെ ആരുടെങ്കിലും കയ്യിൽ കിട്ടുമെന്ന ടെൻഷൻ നന്നായി തന്നെ ഷിന്നിനുണ്ടാവുന്നുണ്ട്. ലെഡ്ജർ കിട്ടാത്തതിന്റെ പേരിൽ ചേട്ടന് ഷെൻസിയോട് ദേഷ്യം കാണുന്നൊക്കെയാണ് ലീ കരുതുന്നത്. അവൻ അതിന്റെ ചെറിയ
ചെറിയ ടെൻഷൻ ഉണ്ട്. പക്ഷെ ഇതൊക്കെ കേൾക്കുന്ന ഷിന്നാട്ടെ, നിനക്ക് ഷെൻസിയെ സ്വന്തമാക്കണമെങ്കിൽ അതിനുള്ള എല്ലാവിധ ഹെൽപ്പും ഞാൻ ചെയ്യാം. നീ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയുടെ കൂടെ നീ ലൈഫ് ലോങ് ഹാപ്പി ആയി ജീവിക്കണം, അതാണ് എന്റെ ആഗ്രഹം. എന്റെ ലൈഫ് ഇങ്ങനെയൊക്കെ, അതുപോലെ ഒരിക്കലും നിന്റെ ലൈഫ് ആകരുത്. അവൾ മരിച്ച ശേഷമാണ് യഥാർത്ഥത്തിൽ അവൾ എന്നെ ഞാൻ സ്നേഹിച്ചതിന്റെ ഒരു അംശം പോലും തിരിച്ച് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നത് എനിക്ക് ബോധ്യമായത്. സ്നേഹിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ സംഭവിക്കില്ലായിരുന്നല്ലോ. പക്ഷെ അതുപോലെ ഒരിക്കലും നിന്റെ ലൈഫിൽ സംഭവിക്കരുത്. അതിനുവേണ്ട എല്ലാ ഹെൽപ്പും ഞാൻ ചെയ്യുമെന്ന് ഷിന്നും പറയുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവുന്ന ലീ, തനിക്ക് മാത്രം ഒരു ലൈഫ് കിട്ടിയാൽ പോരല്ലോ, ചേട്ടനും മൂവ് ഓൺ ചെയ്യണം. ഏട്ടത്തിയുടെ ഓർമ്മകളിൽ നിന്ന് മുന്നോട്ട് ചേട്ടൻ വന്ന് പുതിയൊരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയുമ്പോൾ അത് എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല. അവളെ മറന്ന് പുതിയൊരു ലൈഫിലേക്ക് കടക്കാൻ ഒരിക്കലും എനിക്ക് സാധിക്കില്ല എന്ന് തന്റെ മരണപ്പെട്ട ഭാര്യയെ അത്രത്തോളം താൻ സ്നേഹിച്ചിരുന്നെന്ന കാര്യം ഷിൻ അവിടെ ആവർത്തിക്കുന്നു. ഈ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എന്ത് വേണേലും നിനക്ക് എന്നോട് പറയാമെന്ന് പറഞ്ഞ് ഷിൻ ആ ടോപ്പിക് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോഴേക്കും മുന്നേ ക്രൗൺ പ്രിൻസ് യോങ്ങിനോട് പറഞ്ഞ കണക്ക് തന്നെ യോങ്ങിനെ കണ്ട് സംസാരിക്കാനായി ഷെൻസി റെഡിയായി ചെല്ലാണ്. ഷെൻസി വളരെ അട്രാക്റ്റീവായി നല്ലൊരു റെഡ് ഗൗൺ ഒക്കെ ഇട്ടാണ് റെഡിയായി ചെല്ലുന്നത്. അവളെ കാത്തിരുന്ന യോങ് ആകട്ടെ വന്ന പാടെ അവനായി തന്നെ അവൾക്ക് ഒരു ടീ ഒക്കെ ഇട്ട് കുടിക്കാനായി കൊടുക്കുമ്പോഴേക്കും യോങ്ങിന്റെ ആ ഒരു താമസ സ്ഥലത്തിന്റെ ആംബിയൻസ് ഒക്കെ വളരെയധികം ഷെൻസിക്ക് ഇഷ്ടപ്പെടുന്നു. വളരെ മനോഹരമായി ഒരുപാട് പൂക്കൾ കൊണ്ട് അവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ പൂക്കളൊക്കെ വളരെ ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് യോങ് വളർത്തുന്നവയാണെന്ന് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷെൻസി അവൾക്ക് പൂക്കൾ ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി വളരെ ഇംപ്രസ്ഡ് ആയി സംസാരിക്കുമ്പോൾ ഈ പൂക്കളൊക്കെ ഒന്ന് കാണണം തോന്നുമ്പോൾ എപ്പോ വേണേലും ഇങ്ങോട്ടേക്ക് സ്വാഗതം എന്നും പറഞ്ഞ് യോങ് ഭയങ്കര കാര്യമായിട്ട് സംസാരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ടിയാനാണെങ്കിൽ അയ്യോ എന്തൊക്കെ തള്ളു കേൾക്കണമെന്ന് മറ്റുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് വരുന്നത്. കാരണം ആക്ച്വലി ഷെൻസി കരുതിയ കണക്ക് ഈ പൂക്കളൊക്കെ യഥാർത്ഥത്തിൽ യോങ് ഭയങ്കര ആഗ്രഹിച്ച് ഇവിടെ വളർത്തുന്നവയൊന്നും അല്ല. ഷെൻസിക്ക് പൂക്കളൊക്കെ ഇഷ്ടമാണെന്ന് മനസ്സിലാക്കി അവനായിട്ട് അവൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ അവന്റെ ആളുകളെ പെടാപാട് പെടുത്തി ഇവിടെ എല്ലാം കൊണ്ട് ഡെക്കറേറ്റ് ചെയ്യിപ്പിച്ചെടുത്തതാണ് ഈ പൂക്കൾ വെച്ച്. ഞങ്ങളെ കൊണ്ട് നെട്ടോട്ടം ഓടിച്ച് ഇതെല്ലാം ചെയ്യിപ്പിച്ച് ക്രെഡിറ്റ് കൊണ്ടുവന്ന കണ്ടില്ലോ, എന്തൊരടവെന്നാണ് ടിയാൻ ഓർക്കുന്നത്. അങ്ങനെ എന്തായാലും ഷെൻസിക്ക് ടീ ഇട്ട് കൊടുക്കുന്ന യോങ് അവനെ സ്വയം കുറച്ച് പൊക്കി പറയുന്നുണ്ട്. ഞാൻ വേറൊരു കാര്യത്തിലും അത്രയും ടാലന്റഡ് അല്ലെങ്കിലും ടീ ഇടാൻ ഞാൻ ഭയങ്കര ടാലന്റഡ് ആണ്. എന്റെ ബാക്കി ബ്രദേഴ്സ് ഒക്കെ തന്നെ പ്രിൻസ് എന്ന രീതിയിൽ രാജഭരണവുമായി ബന്ധപ്പെട്ട് പല ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുന്നവരാണ്. പക്ഷേ എനിക്ക് വയ്യാഴിക ഉള്ളതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണം എനിക്ക് അത്തരത്തിലുള്ള ഒരു ഉത്തരവാദിത്തങ്ങളും ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇത്തരം സിമ്പിളായ കാര്യങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്ത് അതിലൊക്കെ എക്സ്പെർട്ട് ആയി മാറിയെന്നെല്ലാം താൻ അത്ര വലിയ സംഭവമൊന്നും അല്ല, ഒരു സാധാരണക്കാരനാണ്. പ്രിൻസ് എന്ന ഒരു പദവി ഉണ്ടെന്നേ ഉള്ളൊന്നും പറ്റില്ല. യോങ് കാഷ്വലായി സംസാരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ചു കേൾക്കുന്ന ഷെൻസി വേഗം തന്നെ അവളുടെ കയ്യിലുണ്ടായിരുന്ന ലെഡ്ജർ എടുത്ത് യോങ്ങിന് കൊടുക്കുന്നു. അത് വാങ്ങുന്ന യോങ് ആകട്ടെ ഇത് എന്തുകൊണ്ട് എന്നെ ഏൽപ്പിച്ചത് എന്ന് തിരക്കുമ്പോൾ എനിക്ക് നിങ്ങളെ വിശ്വാസമുണ്ട്. ഇത് അധികാരം കയ്യിലുള്ള അത് ദുർവിനിയോഗം ചെയ്യാൻ സാധ്യതയുള്ള നേരായ രീതിയിൽ രാജ്യം ഭരിക്കാൻ സാധ്യതയില്ലാത്ത ഒരു അധികാരിയുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും ഇത് മിസ്യൂസ് ചെയ്യപ്പെടും. ഇതിൽ അധികാരത്തിലിരുന്ന് ആ ഒരു അധികാരം ഉപയോഗിച്ച് തെറ്റ് ചെയ്തവരുടെ എല്ലാം വ്യക്തമായ കണക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ശരിയായ കൈകളിൽ എത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഇതിപ്പോ ക്രൗൺ പ്രിൻസിനെ ഏൽപ്പിച്ചത്. ഒരിക്കലും നിങ്ങൾ ഇത് ദുർവിനിയോഗം ചെയ്യില്ല എന്നൊരു വിശ്വാസം എനിക്കുണ്ടെന്ന് ഷെൻസി പറയുമ്പോൾ എന്നെ അങ്ങനെ വിശ്വസിക്കാൻ കാരണം എന്താണെന്ന് യോങ് തിരക്കുന്നുണ്ട്. ഈ ഒരു കോൺവെർസേഷനിൽ മറ്റുള്ളവരെക്കാൾ തനിക്ക് എന്തോ ക്രൗൺ പ്രിൻസിനോടാണ് ആ ഒരു വിശ്വാസം തോന്നിയത്. തന്റെ അനാലിസിസ് ആ രീതിക്കാണ് എന്നിങ്ങനെ അവൾ പറയുമ്പോഴേക്കും യോങ്ങിന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. തന്നെ ലൈഫിൽ അങ്ങനെ ആരും വിശ്വസിക്കാറില്ല. പ്രത്യേകിച്ച് താൻ ഇത്തരം ഒരു വയ്യാഴിക ഉള്ള ആളായതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്ക് ഒന്നിനും കൊള്ളാത്ത ഒരാളായിട്ട് പൊതുവെ എല്ലാവരും കാണാറുള്ളൂ. പക്ഷെ തന്നെ ഷെൻസി വിശ്വസിച്ചു. ഒരിക്കലും ആ ഒരു വിശ്വാസം താൻ നഷ്ടപ്പെടുത്തില്ല. തീർച്ചയായും ഇത് വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുമെന്ന് യോങ് പറയുമ്പോൾ ഷെൻസിയും ഹാപ്പി ആവുന്നു. അങ്ങനെ ലെഡ്ജർ കൊടുത്ത ശേഷം അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുകയാണ് ഷെൻസി. ആക്ച്വലി അവൾ ഈ ലെഡ്ജർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വന്നത് തന്നെ. ഈ ടീം ടിയാനോട് ഷെൻസി യാത്രയാക്കി വരാനായി യോങ് പറഞ്ഞു വിടുന്നു. അങ്ങനെ യോങ് ആ ഒരു ലെഡ്ജർ കയ്യിൽ പിടിച്ചോണ്ടിരിക്കുന്നത് കണ്ട് ടിയാനാകട്ടെ ഷെൻസി യാത്രയാക്കിയ ശേഷം മടങ്ങിയെത്തി ഭയങ്കര സംഭവമായി പോയി. എന്തായാലും അവർക്ക് യോങ്ങിനോട് ഭയങ്കര വിശ്വാസമാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുമ്പോൾ അവളുടെ ആ വിശ്വാസം ചുമ്മാതങ്ങ് ഉണ്ടായതല്ല, അത് ഉണ്ടാവാനുള്ള സാഹചര്യം ഞാൻ തന്നെ ഒരുക്കിയതുകൊണ്ടാണ്. ഞാൻ മുന്നേ പാലസിൽ വെച്ച് അവളോട് സംസാരിച്ചപ്പോൾ ബാക്കിയുള്ള പ്രിൻസുമാരെ കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിരുന്നല്ലോ ആ ടീം. അവർക്ക് അഡ്മിനിസ്ട്രേഷനിലും മിലിറ്ററിയിലും ഉള്ള പവറിനെ പറ്റിയൊക്കെ ഞാൻ പ്രത്യേകമായി പറഞ്ഞിരുന്നു. അവർക്കിടയിൽ അധികാരത്തിന് വേണ്ടി ഭയങ്കരമായ ഒരു മത്സര ബുദ്ധി നടക്കുമ്പോൾ ആ കൂട്ടത്തിലൊന്നും പെടാത്ത എനിക്ക് അത്തരം ഒരു കാര്യവുമില്ല എന്ന് മനസ്സിലാക്കി അവൾ ഇത് എന്റെ കയ്യിൽ തന്നാലും അത് യൂസ്ലെസ് ആയിരിക്കുള്ളൂ, ഒരു രീതിക്കും ദുർവിനിയോഗം ചെയ്യപ്പെടില്ല എന്ന ഒരു കാര്യം ഉറപ്പായി എന്റെ സംസാരത്തിൽ നിന്ന്. അതുകൊണ്ടാണ് അവൾ അത് എന്നെ ഏൽപ്പിച്ചത്, അല്ലാതെ ചുമ്മാതുണ്ടായ ഒരു വിശ്വാസം അല്ല ഇതെന്ന് യോങ് പറയുമ്പോൾ യോങ് ഒരു സംഭവം തന്നെ എന്തായാലും ബലമായി പിടിച്ചു വാങ്ങിയോ അല്ലെങ്കിൽ ചോദിച്ചു ചെന്ന് റിക്വസ്റ്റ് ചെയ്ത് അത് മേടിച്ചെടുക്കുകയോ ഒന്നും ചെയ്യാതെ കയ്യിൽ ലെഡ്ജർ എത്തിക്കാനായി യോങ്ങിന് സാധിച്ചല്ലോ എന്ന് പ്രശംസിക്കുന്ന ടിയാൻ ഇതിന്റെ ഇടയിൽ താൻ ഒരു ന്യൂസ് അറിഞ്ഞു എന്ന് പറഞ്ഞ് പ്രിൻസ് യു ഷെൻസിയെ ചെന്ന് കണ്ട് കുറെ വിലപിടിപ്പുള്ള ഗിഫ്റ്റും കാര്യങ്ങളും കൊടുത്തു. അത് ഷെൻസി അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. അപ്പോ പ്രിൻസ് യുവിനെ ഷെൻസി വിവാഹത്തിന് വേണ്ടി തിരഞ്ഞെടുക്കാൻ അതിലൊരു സാധ്യത ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഒരു പക്ഷേ ഒരാൾ ഒരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതൊരു മര്യാദയുടെ രീതിക്ക് വാങ്ങി വെക്കാമല്ലോ, അല്ലാതെ ഗിഫ്റ്റ് വാങ്ങിച്ചു എന്ന് കരുതി അതിന് വെഡിങ്ങിന് തയ്യാറാണ് എന്നൊരു അർത്ഥവും അതിൽ കണ്ടെത്താനായി സാധിക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും കാര്യങ്ങളൊന്ന് ഡീൽ ചെയ്യണം എന്ന രീതിക്ക് പ്രിൻസ് യുവിനെ തന്റെ പാലസിലേക്ക്
ഓഫീസിലേക്ക് വിളിപ്പിക്കുന്ന യോങ് അവിടെ സംസാരിക്കുന്ന ടീം യുവിന് സ്ത്രീ വിഷയത്തിൽ കുറച്ച് താല്പര്യം കൂടുതലാണ് എന്ന ഒരു കാര്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ യോങ് ആകട്ടെ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ യു വരുന്ന ടീം തന്നെ അവിടെ മ്യൂസിക് വായിക്കാനായി വിളിക്കുന്നുണ്ട്. ആ പെൺകുട്ടിയെ പറ്റി യുവിനോട് അവിടെ ഇരുന്ന് തുടരെ സംസാരിക്കുകയും ചെയ്യുന്നു. ഈ പെൺകുട്ടിയെ നിനക്ക് പ്രത്യേകമായ ഒരു താല്പര്യം ഉണ്ടെന്നൊക്കെയാ ഒരു സംസാരം കേൾക്കുന്നത്. അതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്ങനൊന്നും ഇല്ലാന്ന് യു പറയുന്ന ടീം നീ അത് കള്ളം പറയാണെന്ന് എനിക്കറിയാം. നമ്മൾ രാജകുടുംബത്തിൽപ്പെട്ടവര് എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഇത്തരം ആളുകളെ ഒരിക്കലും നമുക്ക് നേരിട്ട് അങ്ങനെ കല്യാണം കഴിക്കാനായി സാധിക്കില്ല. അതിന് പകരം റോയൽ ഫാമിലിയിൽ നിന്ന് പെട്ട ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച ശേഷം ആ ബന്ധം ഇല്ലാണ്ടായി കഴിഞ്ഞ ഇത്തരം പെൺകുട്ടികളെ കല്യാണം കഴിച്ച് നമുക്ക് അവരെ ഭാര്യയാക്കാൻ സാധിക്കും. ആ ഒരു കാര്യം നിനക്ക് നന്നായി അറിയാമെന്നും നീ അതിന് പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും എനിക്കറിയാം. ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയല്ല നീ യഥാർത്ഥത്തിൽ ഇപ്പോ ഷെൻസിയെ ചെന്ന് കണ്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് സോപ്പിടാൻ നോക്കിയത്. എന്താ അതല്ലേ സത്യമെന്ന് യോങ് ചോദിക്കുമ്പോ യു അതങ്ങനെ സമ്മതിച്ചു കൊടുക്കുന്നേയില്ല. അവൻ ആകെപ്പാടെ എതിർത്ത് സംസാരിക്കുകയാണെങ്കിലും വല്ലാണ്ട് അങ്ങ് പരുങ്ങുന്നുണ്ടായിരുന്നു. ദേ നോക്ക്, നീ ഷെൻസിയെ കല്യാണം കഴിച്ചിട്ട് അവളെ അപായപ്പെടുത്തി ഈ പെൺകുട്ടിയെ സ്വന്തമാക്കാന്ന് വിചാരിച്ചാൽ അതോടുകൂടി നിന്റെ കഥ അവസാനിക്കുന്നതായിരിക്കും. കാരണം അവൾ കമാൻഡേറ്ററി പ്രിൻസസ് ആണ്, സാധാരണ ഒരു പെൺകുട്ടിയല്ല. അത് നീ ഓർത്ത് വെച്ചോന്നൊക്കെ പറയുന്ന യോങ് ആകട്ടെ പെട്ടെന്ന് മൂക്കിന്നൊക്കെ രക്തം വന്ന് ആകെ വീക്ക് ആവുകയാണ്. ഈ ടീം ടിയാൻ വെറുതെ ഓരോന്ന് സംസാരിച്ച് ക്രൗൺ പ്രിൻസ് യോങ്ങിനെ പ്രിൻസ് യു ടെൻഷൻ കയറ്റി വയ്യാണ്ടാക്കിന്ന് പറഞ്ഞ് അവിടെ ബഹളം വെക്കുമ്പോഴേക്കും പിന്നെ ഒന്നും മിണ്ടാൻ നിൽക്കാതെ യു അവിടെ നിന്ന് പോകുന്നുണ്ട്. എന്തായാലും യു ടിയാനെ ചെന്ന് കണ്ട് ഓരോന്ന് സംസാരിച്ച് ടിയാന് വയ്യാണ്ടായി എന്ന കാര്യം കൂടി ഇതുവഴി ഷെൻസി അറിയുന്നുണ്ട്. ഷെൻസിക്കാണെങ്കിൽ ഈ കല്യാണത്തിലൂടെ ഒരു ഫുൾ ടൈം ഭർത്താവിനെ അല്ല ആവശ്യം, അവൾക്ക് ചില കാര്യങ്ങൾ നേടിയെടുക്കാനായി ഒരു അടിമയാണ് ആവശ്യം. ശേഷം എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം. വീണ്ടും പുതിയൊരു എപ്പിസോഡുമായി കണ്ടുമുട്ടും വരെ ബൈ.